തീപിടുത്തം കാരണമുള്ള അപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ ആധുനിക പ്രതിരോധ മാർഗങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. ഫയർബോൾ എന്ന സ്വയം പ്രവർത്തിക്കുന്ന പ്രതിരോധ മാർഗം കാര്യക്ഷമമാണെന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. നിലവിൽ കേരളത്തിലെ പല ഗ്യാസ് ഏജൻസികളും ഫയർബോൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം കൊല്ലം ജില്ലയിൽ തീപിടുത്തം കാരണമുണ്ടായ 2 അപകടങ്ങളാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിലത്തേതാണ് തൊട്ടു പിന്നിൽ കാണുന്ന ഈ ബോട്ട് അപകടം. തീപിടുത്തത്തിനെ ചെറുക്കാൻ സ്വയം പ്രതിരോധ മാർഗങ്ങൾ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരിക മാനുവൽ ഫയർ എക്സ്റ്റിംഗ്വിഷറാണ്. എന്നാൽ ഇന്ന് അതിനൊക്കെ അപ്പുറം പുതിയ മാർഗങ്ങൾ, പുതിയ പ്രതിരോധ രീതികൾ മുന്നിലേക്ക് വരികയാണ്. ഫയർബോൾ എന്ന സുരക്ഷാ സംവിധാനത്തെ പറ്റിയാണ്. 70 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടിൽ തീനാളങ്ങൾ ബോളിനെ സ്പർശിച്ചാൽ പ്രതിരോധ പ്രവർത്തനം തുടങ്ങും. ബോളിൽ നിന്ന് പുറത്തു വരുന്ന വാതകം തീ ഇല്ലാതാക്കും. പ്രതിരോധം ഒരുക്കേണ്ട ഇടങ്ങൾ പരിഗണിച്ച് പല വിഭാഗങ്ങളിലായി ഫയർബോളുകൾ ലഭ്യമാണ്. മറ്റ് സാധാരണ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറിനെ അപേക്ഷിച്ച് ഇത് ഒരുപാട് നമുക്ക് ഗുണമുള്ളതാണ്. ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്. മറ്റൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിലും ഒരു മാൻ പവർ വേണം. സാധാ ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണെങ്കിൽ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ ഒരാൾ, അത് ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ പൈപ്പ് ലൈൻ ആണെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു മാൻ പവർ നമുക്ക് വേണ്ടി വരും. അതേസമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബ്ലാസ്റ്റ് ആവും. അതുകൊണ്ട് 2 to 5 സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു ഫയർ അണയ്ക്കാൻ പറ്റുന്നൊരു ബോളാണിത്. ഖര ഉൽപ്പന്നങ്ങൾക്ക് തീപിടിച്ചാൽ ക്ലാസ് എ ഫയർബോളും ദ്രാവക ഉൽപ്പന്നങ്ങൾക്കാണെങ്കിൽ ക്ലാസ് ബി ഫയർബോളും ഉപയോഗിക്കും. ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾക്ക് തീപിടിച്ചാൽ ക്ലാസ് സി ഉൾപ്പെടുന്ന ഫയർബോളുകളാണ് ഉപയോഗിക്കുന്നത്. സാധാ ഫയർ എക്സ്റ്റിംഗ്വിഷറിന് 1 വർഷത്തിനുള്ളിൽ നമ്മൾ റീഫില്ല് ചെയ്യേണ്ടി വരും. അതേസമയത്ത് ഫയർബോൾ ആണെങ്കിൽ നമുക്ക് 5 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും. 5 വർഷം വരെ ഇതിന് എക്സ്പയറി ഉണ്ട്. നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് ഏതൊരു കസ്റ്റമർ ആണെങ്കിലും ചോദിക്കുമ്പോഴും എൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വീടുകളുടെ അടുക്കളകളിലും വാഹനങ്ങളുടെ ബോണറ്റുകൾക്കുള്ളിലും ഫയർബോളുകളുടെ സാന്നിധ്യമുണ്ട്. ജാഗ്രതയാണ് പ്രധാനമെന്ന് പറയാറുണ്ട്. തീപിടുത്തത്തിനെതിരെ ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഫലവത്തായ ജാഗ്രതാ മാർഗമായി ഇത് മാറുകയാണ്. ഒരുപക്ഷെ ഇത് ജനപ്രിയമാകുക തന്നെ ചെയ്യും. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.